എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കഴിക്കാം. ഈ ഒരു ഐറ്റത്തിന് കുഴിപ്പണിയാരം, പണിയാരം, മോരപ്പം ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട്. വീട്ടിൽ ഇഡ്ഡലിമാവ് ഇരിപ്പുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കുഴിപ്പണിയാരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഒരു ദിവസം പഴകിയ ഇഡ്ഡലിമാവാണ്. രാവിലത്തെ ഇഡ്ഡലിമാവ് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരവും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇത് ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷം ഉടനെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച മാവാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെടുക്കുന്ന ഇഡ്ഡലിമാവ് നല്ലതാണെങ്കിൽ അതിനനുസരിച്ച് നല്ല കുഴിപ്പണിയാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ മാവാണ് എടുത്തിരിക്കുന്നത്. ഇഡ്ഡലിമാവിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം സവോള ചെറുതായിട്ടരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ടരിഞ്ഞത്. കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുഴിപ്പണിയാരം ഉണ്ടാക്കുമ്പോൾ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടും എണ്ണ തീരെ ഇല്ലാതെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പ പാത്രം നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും എണ്ണ ഒഴിച്ചു കൊടുക്കണമെന്നില്ല, ഇതിലും കുറച്ചളവ് എണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. എല്ലാ കുഴികളിലുമായിട്ട് ഇവിടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ട് ഇത് അടച്ചു വെക്കാം. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം. കുഴിപ്പണിയാരത്തിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് കൂടുതലായി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരുപാട് കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് മറിച്ചിട്ടെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. തീരെ മാവ് കുറഞ്ഞു പോയാലും കുഴിപ്പണിയാരം ശരിയായിട്ട് കിട്ടില്ല. ഇവിടെ ഇപ്പോൾ കുഴിപ്പണിയാരം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റാം. വളരെ ടേസ്റ്റിയും എളുപ്പവുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. പച്ചമുളക് അരച്ചെടുത്ത തേങ്ങാ ചമ്മന്തിയാണ് ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.